നമസ്കാരം. തങ്ങളുടെ ഇഷ്ടതാരമായ കാവ്യ മാധവൻ മലയാള സിനിമയിലേക്ക് സജീവമായി തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് മലയാള പ്രേക്ഷകരിൽ ബഹുഭൂരിപക്ഷവും. കാവ്യ എന്നാണ് അഭിനയത്തിൽ സജീവമാവുകയെന്ന ചോദ്യം നിരവധി അഭിമുഖങ്ങളിലും മറ്റും ദിലീപിനും കാവ്യയ്ക്കും നേരെ ഉയർന്നിട്ടുണ്ട്. ബാലതാരമായി സിനിമയിലേക്ക് എത്തിയതാണ് കാവ്യ മാധവൻ. ലാൽ ജോസ് ചിത്രമായ ചന്ദ്രനുദിക്കുന്ന ദിക്കിലെ രാധയായാണ് നായികയായി അരങ്ങേറിയത്. അരങ്ങേറ്റം ഗംഭീരമായതോടെ നിരവധി അവസരങ്ങളായിരുന്നു കാവ്യയ്ക്ക് ലഭിച്ചത്. ഏത് തരം വേഷമാണെങ്കിലും അഭിനയിച്ച് ഫലിപ്പിക്കാനാവുമെന്ന് താരം തെളിയിച്ചിരുന്നു. ദിലീപിനൊപ്പമുള്ള സ്ക്രീൻ കെമിസ്ട്രി ജീവിതത്തിലേക്കും പകർത്തുകയായിരുന്നു താരം. മീനാക്ഷിക്കും മഹാലക്ഷ്മിയും ഒപ്പമായി സന്തോഷകരമായ കുടുംബജീവിതം നയിച്ചു വരികയാണ് കാവ്യ ഇപ്പോൾ. അതേസമയം മലയാള സിനിമയിലെ യുവാക്കളുടെ ഹരമായി മാറിയ നായക നടിയാണ് കാവ്യ. ശാലിന സൗന്ദര്യമായിരുന്നു കാവ്യയുടെ പ്രധാന സവിശേഷത. കിട്ടുന്ന ഏത് വേഷവും മനോഹരമായി അഭിനയിച്ചിരുന്ന നടി ഇപ്പോൾ കുറച്ചു വർഷങ്ങളായി അഭിനയത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ്. നടൻ ദിലീപുമായിട്ടുള്ള വിവാഹത്തോടു കൂടിയാണ് കാവ്യ അഭിനയം അവസാനിപ്പിക്കുന്നത്. എന്നാൽ ഇടയ്ക്ക് പൊതുവേദികൾ പ്രത്യക്ഷപ്പെടാറുള്ള നടിയുടെ ചിത്രങ്ങളും വീഡിയോകളും വൈറലായി മാറാറുണ്ട്. ഇപ്പോഴത്തെ ആരാധകരെ പോലും ഞെട്ടിച്ചുകൊണ്ട് കാവ്യയുടെ ഒരു വീഡിയോ വൈറലാവുകയാണ്. നടി എന്നതിലുപരി നർത്തകി കൂടിയായ കാവ്യ മാധവൻ കലാതിലകമായിരുന്നു. അങ്ങനെയാണ് സിനിമയിലേക്ക് എത്തുന്നത്. പിന്നീടുള്ള ജീവിതത്തിലും നൃത്തത്തിന് പ്രാധാന്യം കൊടുത്തിരുന്ന കാവ്യയുടെ ഒരു ക്ലാസിക്കൽ ഡാൻസ് പെർഫോമൻസ് ആണ് സമൂഹ മാധ്യമങ്ങളിലൂടെ വൈറലാവുന്നത്. മഹിഷാസുരവധം ദേവിയുടെ മൂർത്തിഭാവമാണ് കാവ്യ അവതരിപ്പിച്ചത്. വർണ്ണനാതീതമായ പ്രകടനമായിരുന്നു എന്ന് അഭിപ്രായപ്പെട്ടുകൊണ്ടാണ് ആരാധകരും എത്തിയിരിക്കുന്നത്. മാത്രമല്ല കമന്റ് ബോക്സ് നിറയെ കാവ്യയുടെ സൗന്ദര്യത്തെ വർണ്ണിക്കുകയാണ് ആരാധകർ. എന്ത് സുന്ദരിയാണ് ദേവി തന്നെ, ഇതിന് പകരം വെക്കാൻ ആരെ കൊണ്ടുവന്നാലും ഒരു കാര്യവുമില്ല. മുഖത്തിന്റെ ഭാവം, ജ്വലിക്കുന്ന കണ്ണുകൾ, ദേവി തന്നെ. ശ്രീവിദ്യ കഴിഞ്ഞാൽ ഈ അവതരണത്തിൽ കാവ്യയല്ലാതെ മറ്റാരും വരില്ല. ഇതാണ് ശരിക്കും ദേവി, പകരം വെക്കാൻ ആരുമില്ല. അന്നും ഇന്നും ഒരിക്കലും മലയാള സിനിമയിൽ പകരം വെക്കാൻ കഴിയാത്ത സൗന്ദര്യ ശില്പം. കുറച്ചു നേരത്തേക്ക് കഥാപാത്രങ്ങൾ മുഖത്ത് മിന്നി മറഞ്ഞു പോകുന്നു. ഒരേ മുഖം പിടിച്ച് ഡാൻസ് തീർക്കുന്നവരുമുണ്ട്. അതാണ് ഇതും അതും തമ്മിലുള്ള വ്യത്യാസം. ബനാറസ് മൂവിയിൽ വിനീതും കാവ്യയും കൂടി മധുരം കായതി മീര എന്നൊരു പാട്ടിന്റെ ക്ലാസിക്കൽ ഡാൻസ് ഉണ്ട്. എന്റെ പൊന്നോ എന്താ ഫീൽ. ജന്മന ഉള്ളിൽ കഴിവുള്ള ആളാണ് കാവ്യ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വിവാഹവുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സിനിമാ മേഖലയിൽ ആരും ചെയ്യാത്ത കാര്യങ്ങളൊന്നുമല്ലല്ലോ. അതുകൊണ്ട് ആ പേരിൽ കാവ്യ ഇനിയും ക്രൂശിക്കുന്നത് തെറ്റാണ്. അത് മാറ്റി നിർത്തിയാൽ അവർ നല്ലൊരു കലാകാരിയാണെന്നാണ് ആരാധകർ പറയുന്നത്. 2015 കാവ്യ അവസാനമായി സിനിമയിൽ അഭിനയിക്കുന്നത്. തൊട്ടടുത്ത വർഷം ദിലീപുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞു. ശേഷം ഒരു മകൾക്ക് ജന്മം കൊടുത്തതോടുകൂടി പൂർണ്ണമായും കുടുംബിനിയായി മാറി. ഇടയ്ക്ക് താരങ്ങളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്താറുണ്ടെങ്കിലും പൊതുവേദികളിൽ നിന്നല്ല മാറി ജീവിക്കുകയാണ് കാവ്യ. ഇടയ്ക്ക് താരങ്ങൾ ചില വിവാദങ്ങൾ കുടുങ്ങിയെങ്കിലും ഇപ്പോൾ അതും മറികടന്ന് മുന്നോട്ട് പോവുകയാണ്. ദിലീപ് കാവ്യ മാധവൻ വിവാഹം കഴിച്ചതോടെ ഏറ്റവും കൂടുതൽ ഉയർന്ന വിമർശനം മഞ്ജുവാരുടെ അവസ്ഥയായിരിക്കും കാവ്യയ്ക്കും സംഭവിക്കുകയെന്നായിരുന്നു. വിവാഹം കഴിഞ്ഞതോടെ കാവ്യയും സിനിമയിൽ നിന്ന് മാറി നിന്നു. പൊതുപരിപാടികൾ പോലും കാവ്യ കണ്ടതേയില്ല. എന്തിന് സോഷ്യൽ മീഡിയയിൽ പോലും കാവ്യ ഉണ്ടായില്ല. ദിലീപ് കാവ്യയും മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാൻ അനുവദിക്കാതെ പിടിച്ചുവെക്കുകയാണോ എന്നായിരുന്നു ഇതോടെ ആക്ഷേപം. എന്നാൽ ഇത്തരക്കാരുടെ വായടപ്പിച്ചിരുന്നു കാവ്യ. വിവാഹശേഷം സിനിമയിൽ നിന്ന് മാറി നിന്നെങ്കിലും താരം തന്റെ ബിസിനസ്സുമായി മുന്നോട്ട് വന്നു. സോഷ്യൽ മീഡിയയിൽ ഇന്ന് സജീവമാണ് നടി.